വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിക്കായി ഇന്നു പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലെ, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞ് ഇന്നു പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ വിവേചിക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം ബന്ധനങ്ങളെ അഴിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ നമുക്ക് മടക്കിത്തരും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അനാഥത്വം മാറ്റും. ഇന്ന് പകൽ ഒരു വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വചനം നാം ഗ്രഹിക്കുന്ന പക്ഷം ഒരു വലിയ ബന്ധനം നമ്മിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് പോലെ, നാളുകളായി നാം ചുമക്കുന്ന ഒരു വലിയ ഭാരം ഇന്ന് പകൽ നിങ്ങളെ വിട്ട് മാറുന്നത് പോലെ ഈ വചന കേൾവിയിൽ ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കുന്നവർ ആരുമില്ല, ഞാൻ ഈ ഭൂമിയിൽ ഒരു അധികപ്പറ്റാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ഇങ്ങനെ നിങ്ങളുടെ വില കുറച്ച് കാണിക്കുന്ന ചിന്തകൾ വളരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ദൈവം ആ ബന്ധനത്തെ അഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്? പിശാച് വലിയ രണ്ട് കൊമ്പും വെച്ചിട്ടാണ് നമ്മുടെ മുൻപിൽ വരുന്നതെങ്കിൽ നാം അവനെ വിട്ട് ഓടിക്കളയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിശാച് തന്ത്രശാലിയാണ്. അവൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്നവനാണ്. അവൻ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിലല്ല വരുന്നത്. അവൻ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. എനിക്കാരുമില്ല, ഞാൻ കഴിവില്ലാത്തവളാണ്, ഞാൻ പ്രാപ്തിയില്ലാത്തവളാണ്, ഞാനൊരു അധികപ്പറ്റാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ അകത്ത് വളരാൻ തുടങ്ങിയാൽ ആ ചിന്തകളുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ: നിങ്ങളെ മുടിക്കുക, നിങ്ങളെ അറക്കുക, മോഷ്ടിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ഈ താണഭൂമിയിലേക്ക് വന്നത് നമുക്ക് സമൃദ്ധമായ ജീവൻ നൽകുവാനാണ്. യേശു എന്താണ് ഇന്ന് പകൽ ഇങ്ങനെ മാനസികമായ വ്യഥകളിലൂടെ കടന്നു പോകുന്നവരോട് സംസാരിക്കുന്നത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ദൈവം എപ്പോഴും പറയുന്നത് നമുക്ക് ആരുമില്ലെന്നല്ല, ഞാൻ നിന്നെ കൈവിടില്ലെന്നാണ്. ദൈവം നമ്മോട് പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നാണ്. ദൈവം നിങ്ങളോട് പറയുന്നത് ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നുവെന്നാണ്. ദൈവം നമ്മോട് പറയുന്നത് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഒരമ്മ കുഞ്ഞിനെ മറക്കില്ല. എന്നാൽ മറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, തള്ളപ്പെടേണ്ട ഒരു സാഹചര്യം വന്നാലും ഞാനുണ്ട് കേട്ടോ, തള്ളിക്കളയില്ലാട്ടോ എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് പകൽ നമ്മുടെ മനസ്സിൽ വളരേണ്ട ചിന്ത ദൈവവചനമാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ അകത്ത് എപ്പോഴാണ് ഈ ചിന്തകൾ വളരുന്നറിയാമോ? നിങ്ങളെപ്പോൾ വചനത്തിൽ നിന്ന് അകലുന്നുവോ അപ്പോഴാണ് പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നത്. പിശാച് ഇടം പിടിക്കുന്നത് മുടിക്കുവാനാണ് കേട്ടോ. ദൈവം വന്നിരിക്കുന്നത് സമൃദ്ധമായ ജീവൻ നൽകുവാനാണ്. നിങ്ങൾക്ക് കഴിവില്ലെന്നാരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് വിലയില്ലെന്നാരാണ് പറഞ്ഞത്? ഈ ഭൂമി മുഴുവൻ ഒരു തുലാസിൽ വെച്ച് നിന്നെ മറുതുലാസിൽ വെച്ചാൽ നീ താണിരിക്കും. കാരണം നിന്റെ ആത്മാവിന് മുഴുലോകത്തെക്കാളും വിലയുണ്ട്. അവൻ നിന്റെ വില അറിഞ്ഞിട്ടാണ് തൻ്റെ പുത്രനെ തകർത്തത്. നിന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടാണ് അവൻ ഈ താണഭൂമിയിലേക്ക് വന്ന്. നിനക്ക് ആരുമില്ലെന്ന ചിന്ത പിശാചിൻ്റെതാണ്. എന്നാൽ ഇന്ന് പകൽ യേശു പറയുന്നു, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ വിട്ടുകളയില്ല. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വീഴുവാൻ ഞാൻ സമ്മതിക്കില്ല, നീ തളർന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പകൽ ദൈവവചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. നാളുകളായി നിങ്ങൾ ചുമക്കുന്ന ചുമടുകളെ ദൈവം നീക്കുകയാണ്. ഇന്ന് പകൽ ദൈവം നിങ്ങളെ സന്തോഷം ഉടുപ്പിക്കുകയാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.